നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസിഡിറ്റി, ബ്ലോട്ടിങ്. ഇപ്പൊ റംദാൻ കാലം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഈ ഒരു ബ്ലോട്ടിങ് ഇഷ്യൂസും അസിഡിറ്റി ഇഷ്യൂസും ഒക്കെ ഉണ്ട്. അപ്പൊ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു അസിഡിറ്റിയും ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റീവ് ഫയർ കൂടുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു ഇംബാലൻസ് കൊണ്ടാണ്. അതായത് കൂടുതലും ഈ വേവിക്കാത്ത ആഹാരങ്ങൾ കഴിക്കുന്നത്, തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിലെ വാദം കൂടാൻ കാരണമാവും. അതിലൂടെ ബ്ലോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഓയിലി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ആഹാരം കഴിക്കാനാണ്. അപ്പൊ അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിലെ ആസിഡ് പ്രൊഡക്ഷൻ അമിതമായിട്ടുള്ള രീതിയിൽ വർദ്ധിക്കും. അപ്പൊ അതും ഈ അസിഡിറ്റി ഇഷ്യൂസിന് കാരണമാകും. എന്നാൽ നമ്മൾ നല്ല ഫൈബർ അടങ്ങിയ ആഹാരങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഷൻ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ദോഷങ്ങളൊക്കെ കുറയുകയും അതിലൂടെ ഈ ബ്ലോട്ടിങ് കുറയാനായിട്ട് സഹായിക്കും. അതേപോലെ എപ്പോഴും നമ്മൾ ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുക, നന്നായി കുക്ക് ചെയ്ത ആഹാരങ്ങൾ കഴിക്കുക. ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ ഡൈജഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് ഒരു സമയത്ത് ഒരുപാട് ആഹാരം വയറ് നിറച്ചങ്ങ് കഴിക്കും. അതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ മീലുകളാണ്. അത് ആഹാരം കുറച്ചും കൂടി എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആകാനായിട്ട് സഹായിക്കും. ഇനി ആയുർവേദത്തിന് ഇതിന് ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സയുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഈ ഒരു ഡൈജഷനെ സഹായിക്കുന്ന രീതിയിലുള്ള ഇന്റേണൽ മെഡിക്കേഷൻസും അതേപോലെ തന്നെ എക്സ്റ്റേണലി ഉള്ള ട്രീറ്റ്മെന്റ്സും ഇതിന് നന്നായി സഹായിക്കും. എക്സ്റ്റേണലി നമ്മൾ ഈ ഒരു അബ്ഡോമൻ മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ അബ്ഡോമനിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും അതിലൂടെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് പഞ്ചകർമ്മ ശോധനം എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ദോഷം ഏത് ദോഷമാണോ പ്രകോപിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മളൊരു പഞ്ചകർമ്മ ശോധനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രോണിക് ആയിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് സഫർ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ശമനമായിരിക്കും ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ കാണുക. കണ്ടതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ സ്വീകരിക്കുക. ആയുർ സത്യ ആയുർവേദ മെഡിക്കൽ സെന്റർ, അലൈൻ സെന്റർ, ബർദുബായ്.